ശ്രീ റജി ലൂക്കോസ്, ആശ ലോറൻസ് തുറന്നെഴുതിയ ചില കാര്യങ്ങൾ. അതിൽ ഒരു കാര്യം ഞാൻ പറയാം. അന്ന് LDF കൺവീനർ സ്ഥാനം രാജിവെച്ച ശേഷം നേരെ EMSനെ പോയി കണ്ടു MM ലോറൻസ്. അപ്പോൾ EMS പറഞ്ഞതിങ്ങനെ, സഖാവ് അപ്പനോട് പറഞ്ഞു, നന്നായി, അല്ലായിരുന്നെങ്കിൽ അവർ പുറത്താക്കുമായിരുന്നു എന്നാണ്. അപ്പോൾ പാർട്ടിയിൽ MM ലോറൻസ് അനുഭവിച്ച കാര്യങ്ങൾ പേരെടുത്ത് പറഞ്ഞ്, സംഭവങ്ങൾ എടുത്തു പറഞ്ഞ് വിശദീകരിച്ചിരിക്കുകയാണ് ആശ. എന്താണ് പ്രതികരണം? അല്ല, ഇത് പുതിയൊരു വാർത്തയല്ല. ആശാ ലോറൻസ് പറയുന്ന അദ്ദേഹത്തിന്റെ മകൾ ഏതാണ്ട് ഒരു 3-4 വർഷങ്ങൾക്ക് മുമ്പ് ഇതേ ആരോപണങ്ങളുമായിട്ട് പുറത്തു വന്ന, അന്ന് അദ്ദേഹം തീർത്തും വയ്യാത്തൊരവസ്ഥയിലാണെങ്കിൽ പോലും MM ലോറൻസും അദ്ദേഹത്തിന്റെ മകനും നിഷേധിച്ചതാണ്. ഇപ്പൊ അവരുടെ നിലപാടുകൾ ഇതിനു മുമ്പ് തന്നെ പുറത്തു വന്നിട്ടുണ്ട്. അവർക്ക് ഉള്ള അവരുടെ രാഷ്ട്രീയ നിലപാട് എന്താണെന്നുള്ളത് നമുക്കെല്ലാം അറിയാം. അതുകൊണ്ട് ഇതിനകത്തൊരു പുതുമയുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഈ രീതിയിലുള്ള പ്രതികരണങ്ങൾ അവരുടെ ഭാഗത്ത് പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്, ഒരു സംശയമില്ല കാര്യത്തിൽ. RSSും BJP ആയിട്ടുള്ള അവരുടെ അടുപ്പവും ചായവും വളരെ വ്യക്തമായ രീതിയിൽ തന്നെ കേരളത്തിലെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് CPM MM ലോറൻസിനെ അവഗണിച്ചു, അദ്ദേഹത്തിന് ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിൽ പാർട്ടിയിൽ നിന്നും അവഗണന ഉണ്ടായി, EMS സംഭരിപ്പാട് അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു എന്നൊക്കെയുള്ള ആരോപണങ്ങളൊക്കെ ആദ്യത്തേതല്ല. നിങ്ങൾ ആദ്യം മനസ്സിലാക്കുന്ന ഒരു ബ്രേക്കിംഗ് ന്യൂസിനുള്ള പ്രാധാന്യം ഇതിനകത്തില്ല. കാരണം ഇത് നേരത്തെ തന്നെ പുറത്തു വന്നതാണ്. അന്ന് അദ്ദേഹം തന്നെ നിഷേധിച്ചു, അദ്ദേഹത്തിന് വയ്യാത്തൊരവസ്ഥയിൽ അദ്ദേഹം നിഷേധിച്ചു. അദ്ദേഹത്തിന്റെ മകൻ ഹൈക്കോടതിയിലൊരു അഡ്വക്കേറ്റ് ഉണ്ട്, അതിന്റെ പേര് ഞാൻ മറന്നുപോയി, അദ്ദേഹം അവരെല്ലാവരും അത് നിഷേധിച്ചുകൊണ്ട് രംഗത്ത് വന്നു. അപ്പൊ അതുകൊണ്ട് ഇതിനകത്തൊരു പുതുമയൊന്നുമില്ല ഇങ്ങനത്തെ ഒരു ആരോപണത്തിൽ. പുതിയൊരു രീതിയിലുള്ള ആരോപണം അവർ പഴയത് തന്നെ ആവർത്തിക്കുന്നല്ലാതുണ്ട് ഒരു രാഷ്ട്രീയ പ്രസക്തി ഈ കാര്യത്തിൽ. MM ലോറൻസ് എന്ന് പറയുന്ന CPMന്റെ ഒരു കാലത്തെ ഏറ്റവും വലിയ രീതിയിൽ അദ്ദേഹം LDFന്റെ കൺവീനറായിരുന്നു. ചടുലമായ രീതിയിലുള്ള രാഷ്ട്രീയ പ്രവർത്തനങ്ങളിലൂടെ കേരളത്തിലെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുടെ മനം കവർന്നുള്ള നേതാവാണ്. രോഗശയ്യരായ ഒരു നേതാവിനെ കുറിച്ച് ഈ രീതിയിലൊക്കെ പ്രതികരിക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ അത് ആ പറയുന്നവരുടെ ഉദ്ദേശശുദ്ധിയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആരുടെയൊക്കെ പ്രേരണയാൽ ഇങ്ങനെയൊക്കെ പറഞ്ഞതല്ലാണ്ട് ഇതിൽ യാതൊരൊന്നുമില്ല, ഇതിലൊരു പുതുമയില്ല. അവരുടെ നിലപാടുകളിൽ ഈ രീതിയിലുള്ള ആരോപണങ്ങൾ, വ്യർത്ഥമായ ഇത്തരം ആരോപണങ്ങൾ അവർ വർഷങ്ങൾക്ക് മുമ്പ് ഉയർത്തിയിട്ടുള്ളതാണ്. അന്ന് തന്നെ പാർട്ടിയും അദ്ദേഹത്തിന് പ്രതികരിക്കാവുന്ന രീതിയിൽ അദ്ദേഹം പ്രതികരിക്കുക, അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾ പ്രതികരിക്കുകയും ചെയ്തു. തന്നെയുമല്ല, അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട പത്നിയായിട്ട് ബന്ധപ്പെട്ട് പോലും അദ്ദേഹത്തെ കുറിച്ച് ഒരുപാട് അവഹേളനങ്ങൾ അതിന് പുറത്തു വന്നിട്ടുണ്ട്. അതൊക്കെ തെറ്റായ വാർത്തകളാണ്. MM ലോറൻസിനെ പോലെയുള്ള കേരളം ആദരിക്കുന്ന ഒരു ഇടതുപക്ഷ. പക്ഷേ ശ്രീ റജി ലൂക്കോസ്, ഇത് അദ്ദേഹത്തിന്റെ ജന്മദിനത്തിന്റെ അന്ന് മകൾ ഈ തുടക്കം മുതൽ, ഒരു പക്ഷേ അവരുടെ ഓർമ്മയായ കാലം മുതൽ തുടങ്ങി ഇങ്ങോട്ടുള്ള പല സംഭവ വികാസങ്ങളും CPMന്റെ പല നാൾ വഴികളിലൂടെ കടന്നുപോയ പല പ്രധാനപ്പെട്ട സംഭവ വികാസങ്ങളിലൂടെ കടന്നുപോയ കാര്യങ്ങൾ ഇങ്ങനെ വിവരിച്ച് അക്കമിട്ട് വളരെ വിശദമായ ഒരു കാര്യമായിട്ട് എഴുതിയിരിക്കുകയാണ്. ഇതിനെ പൂർണ്ണമായി അങ്ങനെ അങ്ങ് തള്ളിക്കളയാൻ പാർട്ടിക്ക് കഴിയുമോ? എന്തുകൊണ്ട് അവരിതുമായി ഇങ്ങനെ പറഞ്ഞ് വീണ്ടും രംഗത്ത് വരുന്നു എന്നുള്ളത് പ്രസക്തമല്ലേ? അല്ല, അതിനകത്ത് പ്രസക്തി ഇല്ല എന്നുള്ളത്. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഈ രീതിയിലുള്ള ആരോപണങ്ങളുമായിട്ട് അദ്ദേഹത്തിന്റെ മകളും ആ കുടുംബവുമായിട്ടുള്ള ചേരിതിരിവും പ്രശ്നങ്ങളൊക്കെ നമ്മൾ വർഷങ്ങൾക്ക് മുമ്പ് ചർച്ച ചെയ്തിട്ടുള്ള. അന്ന് തന്നെ അതിന്റെ അപ്രസക്തിയും മറ്റെന്തെങ്കിലുമൊക്കെ ലക്ഷ്യം വെച്ചുകൊണ്ട് അദ്ദേഹം തന്നെയുമല്ല അവരെ സംബന്ധിച്ചില്ല അവരൊന്നും ഒരു നീതിയില്ലാത്ത രീതിയിലാണ് അവര് അന്ന് തന്നെ ഈ ആരോപണം ചെയ്തത്. തന്റെ പിതാവിനെ കുറിച്ച് കേരളത്തിലെ ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെയൊക്കെ ഉപരിയായിട്ട് കേരളത്തിലെ ജനങ്ങളിൽ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുന്ന ഒരു തൊഴിലാളി നേതാവ് കൂടിയാണ് MM ലോറൻസ്. നമ്മളത് മറക്കരുത്. കേരളത്തിലെ തൊഴിലാളി പ്രസ്ഥാനങ്ങൾക്ക് ജീവസുറ്റമായ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ, തൊഴിലാളികളുടെ അന്തസ്സ് വീണ്ടെടുക്കുന്നതിന് നേതൃത്വം നൽകിയ അപൂർവ നേതാക്കളിലൊരാളാണ് MM ലോറൻസ്. അദ്ദേഹം ഇടതുപക്ഷത്തിന്റെ ശക്തനായ CPM ശക്തനായ ഒരു നേതാവ് എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തിന് പ്രതികരിക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ ഒരു പുത്രി ഈ രീതിയിലുള്ള നുണങ്ങളൊക്കെ ആയിട്ട് രംഗത്ത് വരുമ്പോൾ ആർക്കും തങ്ങൾ കെട്ടി ഉയർത്തിയ വ്യക്തിത്വത്തിനെതിരെ കളങ്കം ചാർത്താനായിട്ട് ആർക്കും ഇത്തരം സാധിക്കും എന്നുള്ളതിന്റെ ഒരു ദൃഷ്ടാന്തമാണ് ഇത്തരം ആരോപണങ്ങൾ. ഇതിനെ 1% പോലും അംഗീകരിക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് നിങ്ങളിതിനെ പുതിയതായ ഒരു വാർത്തയായിട്ട് നിങ്ങൾ ചിത്രീകരിക്കേണ്ടത് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഈ രീതിയിലുള്ള നിലപാടുമായിട്ട് അദ്ദേഹത്തിന്റെ നായനാരുള്ള കാലത്തും അല്ലെങ്കിൽ EMS ഉള്ള കാലത്തും ഉണ്ടായ സംഭവ വികാസങ്ങൾ, അവർ പറഞ്ഞ കാര്യങ്ങൾ എന്ന് പറയുന്നതിനൊക്കെ നമുക്ക് അവരൊന്നും ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല, നമുക്ക് ചോദിക്കാൻ കഴിയില്ല. പക്ഷേ ഗോപി കോട്ടമുറിക്കലിനെ പോലുള്ളവരുടെ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് ഗോപി കോട്ടമുറിക്കൽ എന്ന നികൃഷ്ട ജീവി ഇറക്കി വിട്ടു എന്ന തരത്തിൽ തന്നെയാണ് അവർ എഴുതിയിരിക്കുന്നത്. ആ വാക്കുകൾ തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഈ റീസെന്റ് നടന്ന ഈ സംഭവങ്ങൾ പോലും പേരെടുത്ത് പറഞ്ഞിങ്ങനെ പറയുമ്പോൾ അതിനെതിരെ പാർട്ടി ഒന്നും ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. പാർട്ടി നേതാക്കൾ ഈ പേരെടുത്ത് പറഞ്ഞിരിക്കുന്നവരൊന്നും പ്രതികരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല, അതിനെ അവഗണിക്കുകയാണ്.
തീർച്ചയായിട്ടും എന്തിനാണ് അതിനെ പ്രതികരിക്കുന്നത്? നിലപാടുകളിൽ വന്ന വ്യത്യാസങ്ങൾ RSS BJP-യുമായിട്ടുള്ള ചായ്വ് പരസ്യമായിട്ട് പറഞ്ഞ് BJP-യുടെ പൊതുവേദിയിൽ തന്നെ രംഗപ്രവേശനം ചെയ്ത ഒരു സ്ത്രീ അവർ പറയുന്ന വാക്കുകൾക്ക് നിഷേധിക്കുന്നവർ എന്തിനാണ് അതിനെതിരെ പ്രതികരിക്കുന്നത്? ഇപ്പൊ ഞാൻ പോലും നിങ്ങൾ പിന്നെ ഫോണിൽ വിളിച്ചപ്പോൾ അതിന്റെ വസ്തുതകൾ ഏതാണ്ട് അറിയാവുന്ന ഒരു ബോധ്യമുള്ളതുകൊണ്ടാണ് ഞാനത് പ്രതികരിച്ചത്. ഞാൻ ഈ പറഞ്ഞ വസ്തുതകൾ നിങ്ങൾക്ക് നിഷേധിക്കാൻ പറ്റും, കാരണം അവരുടെ പുതുമയില്ലാത്ത ആരോപണങ്ങളാണ്. അപ്പൊ അതുകൊണ്ട് അതൊക്കെ ചുമ്മാ അതിനൊന്നും അതിനെ പ്രതികരിക്കാനായിട്ട് ഇത്ര നേതാക്കൾ ഗോപി കോട്ടമുറിക്കൽ എന്ന് പറയുന്ന CPM-ന്റെ നേതാവിനെ കുറിച്ച് ഇതുപോലത്തെ ആരോപണങ്ങൾ ഇതിനു മുമ്പ് വന്നിട്ടുണ്ട്. അതിനൊക്കെ ഒരു മറുപടി പറയാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊന്നും ഒരിക്കലും സാങ്കത്യമുള്ള കാര്യങ്ങളില്ല. അത് ആരാ പറയുന്നത്? സ്വന്തം മകളാ പറയുന്നത്. ഇതിനു മുമ്പ് തന്നെ ഇത്തരം കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അവർക്ക് എന്തും പറയാം. നാളെ മറ്റൊരു ആരോപണമായിട്ട് രംഗത്ത് വരും. പ്രതികരിക്കാൻ പറ്റാത്ത അവസ്ഥയിലുള്ളവരെ കുറിച്ച് അല്ലെങ്കിൽ ശയ്യാരം ആയിരിക്കുന്ന നേതാക്കന്മാരെ കുറിച്ച് ഇങ്ങനെയൊക്കെ പറയുമ്പോൾ അവർ മറുപടി പറയാമെന്നുള്ളത് ഇവർക്ക് വളരെ വ്യക്തമായിട്ടറിയാം. അതുകൊണ്ട് തന്നെയാണ് പിന്നെ ഇത്തരം പ്രതികരണങ്ങളായിട്ട് വരുന്നത്. തന്നെ സ്വന്തം പിതാവിനെ കുറിച്ച് മകൾ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ശ്രദ്ധിക്കണം. കാരണം തന്റെ പിതാവ് കേരളത്തിലെ ജനങ്ങൾക്ക് ഇല്ല, സ്വന്തം പിതാവിനെ കുറിച്ച് ആശാ ലോറൻസ് ഒരിക്കലും മോശമായി പറഞ്ഞിട്ടില്ല. പക്ഷേ അദ്ദേഹത്തിനോട് പാർട്ടി എടുത്ത CPM എന്ന പാർട്ടി എടുത്ത നിലപാടുകളെ കുറിച്ചുള്ള കാര്യങ്ങൾ മാത്രമാണ് വിവരിച്ചിരിക്കുന്നത്. അല്ല, അതിനെ അങ്ങനെയല്ല കാണുന്നത്. കാരണം വെച്ചാൽ അദ്ദേഹത്തെ കുറിച്ചാണല്ലോ പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹത്തിനോട് അവഗണിച്ചു. MM ലോറൻസ് തുടങ്ങിയ വ്യക്തി പിന്നെ അദ്ദേഹത്തിന് ചലനാത്മകമായ രീതിയിൽ അദ്ദേഹം പ്രവർത്തിച്ച കാലത്തോ അദ്ദേഹം രോഷയിൽ ഇരുന്ന് പ്രതികരിക്കാൻ പറ്റുന്ന സമയത്തോ ഇങ്ങനെ എന്തെങ്കിലും ഒരു ആരോപണം പറഞ്ഞിട്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? അദ്ദേഹമല്ലേ അത് പ്രതികരിക്കേണ്ടിയിരുന്നത്. അദ്ദേഹം MM ലോറൻസ് പറയുന്ന ചരിത്രത്തിന്റെ യമനിക്കുള്ളിൽ മറഞ്ഞൊരു നേതൃത്വം അല്ലല്ലോ, ഒരു നേതാവല്ലല്ലോ. അപ്പൊ അദ്ദേഹം പോലും പറയാത്ത കാര്യങ്ങൾ അദ്ദേഹത്തിന് പ്രതികരിക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ ഈ മകൾ ഇങ്ങനെ പറയാന്ന് പറഞ്ഞാൽ അതിനെ എന്താ പറയേണ്ടത്? നമുക്ക് അതിനെ വിശേഷിപ്പിക്കാൻ പദങ്ങളില്ല. കാരണം അവർ സൂക്ഷിക്കണം, അവർ ശ്രദ്ധിക്കണം. തന്റെ പിതാവിന്റെ വ്യക്തിത്വത്തെ ഇതുപോലെ അവഹേളിക്കുമ്പോൾ അവർ ശ്രദ്ധിക്കേണ്ടതാണ്. മറ്റെന്തെങ്കിലും രാഷ്ട്രീയ ലക്ഷ്യം ഉണ്ടെങ്കിൽ അവരെ തുറന്നു പറയട്ടെ, അതാ ചെയ്യേണ്ടത്. അതുകൊണ്ട് ഇതിനോട് പ്രതികരണം പോലും ഇല്ലാത്തൊരു വാർത്തയാണ് ജനനീതിയെ പോലെ TV ഇത്തരം വാർത്തകൾ കൊടുക്കുമ്പോൾ ഇതിന്റെ നിജസ്ഥിതി ഇതിനു മുമ്പ് ഇങ്ങനെയുള്ള പ്രതികരണങ്ങൾ അവരിൽ നിന്നുണ്ടായോ എന്ന് നിങ്ങളത് ക്രോസ് ചെക്ക് ചെയ്യേണ്ടതായിരുന്നു. കാരണം ഇത് കേരളത്തിൽ അന്ന് പോലും കാര്യമായി ഇതിൽ ആരും പ്രതികരിക്കാതെ കണ്ട് പ്രതിപക്ഷത്തെ രാഷ്ട്രീയ നേതാക്കന്മാർ പോലും ഇതിനെ അവഗണിക്കുകയോ ചെയ്തത്. കാരണം അങ്ങനെയൊന്നും നമ്മൾ ഒരിക്കലും പറയാൻ പാടില്ല. ബഹുമാനപ്പെട്ട EK നായനാരുടെ ഭാര്യ ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ട്. EK നായനാർ ഇപ്പൊ മുഖ്യമന്ത്രി ആയിരുന്നപ്പോഴൊക്കെ ആ EK നായനാരോടൊപ്പം ഒരു ജീവിച്ച ആ മഹത്തായ വ്യക്തിത്വം ഇപ്പൊ ജീവിച്ചിരിപ്പുണ്ട്. അവരുടെ പോലും പ്രതികരണങ്ങളൊന്നും എടുക്കാതെ ഇങ്ങനെയുള്ള വാർത്തകളെ കൊടുക്കുമ്പോൾ നമ്മളൊന്ന് മനസ്സിലാക്കണം, അത് കേരളത്തിലെ രാഷ്ട്രീയത്തിനേക്കാൾ ഉപരിയായി സാമൂഹിക രംഗങ്ങളിൽ വലിയ രീതിയിലുള്ള വ്യക്തിത്വങ്ങളെ ഈ രീതിയിൽ അവർക്ക് പ്രതികരിക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിൽ ഇതുപോലെ അപമാനിക്കുന്നത് ശരിയാണോ എന്നുള്ളത് നമ്മൾ ചിന്തിക്കുക. അത് നമ്മുടെ രാഷ്ട്രീയത്തിന്റെക്കാൾ ഉപരിയായിട്ട് നമ്മുടെ കേരളത്തിന്റെ ഒരു സാംസ്കാരിക പൈതൃകത്തിന് പോലും അത് മോശമാണ്.